നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാനുമായുള്ള ആണവ ചർച്ചകൾ തുടരാമെന്ന വാഗ്ദാനം നിരസിച്ച് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന ട്രംപിന്റെ വാദത്തെയും അദ്ദേഹം തള്ളി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ജൂൺ 12 ബോംബിട്ടതിനെ തുടർന്നാണ് ഇറാൻ USA ആണവ ചർച്ചകൾ വഴിമുട്ടിയത്. ഏപ്രിലിൽ ആരംഭിച്ച ആണവ ചർച്ചകളുടെ 6ാം ഘട്ട ചർച്ചകൾക്ക് 2 ദിവസം മുൻപാണ് US ഇറാനിൽ ആക്രമണം നടത്തിയത്. അതിനാൽ 5 ഘട്ട ചർച്ചകൾ മാത്രമേ നടന്നുള്ളൂ. ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചെന്ന പരാമർശത്തിൽ ട്രംപ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കട്ടെ എന്ന് ഖമേനി തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസ്താവന നടത്തി. സ്വന്തമായി ആണവ കേന്ദ്രങ്ങളുള്ള ഒരു രാജ്യത്തിന് വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് എന്ന് പറയാൻ ട്രംപിനുള്ള അവകാശത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. താനൊരു ഇടനിലക്കാരനാണെന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ നിർബന്ധപൂർവവും ഫലം മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെയുമാണ് അദ്ദേഹം വർദ്ധിക്കുന്നതെങ്കിൽ അതിനെ ഇടനില എന്ന് പറയാനാവില്ല. മറിച്ച് അടിച്ചേൽപ്പിക്കലും ഭീഷണിപ്പെടുത്തലുമാണ് അതെന്നും ഖമേനി കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ US ബോംബിട്ട് നശിപ്പിച്ചു എന്നാണ് ട്രംപ് അഭിമാനത്തോടെ പറയുന്നത്. കൊള്ളാം, സ്വപ്നം കണ്ടോളൂ. ഇറാന് ആണവ കേന്ദ്രങ്ങളുണ്ടോ ഇല്ലയോ എന്നതിൽ അമേരിക്കയ്ക്ക് എന്താണ് കാര്യം? ഈ ഇടപെടൽ തെറ്റും അനുചിതവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ ട്രംപ് നടത്തിയ പ്രസംഗത്തിൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അവരുടെ ആണവ കേന്ദ്രങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് US സ്ഥിരീകരിച്ചതായി ട്രംപ് ആവർത്തിച്ചിരുന്നു. 14 ബോംബുകൾ വർഷിച്ചെന്നും അവ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കിയതായി സ്ഥിരീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഖമേനിയുടെ പരാമർശം പുറത്തുവന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിലൂടെ ഇറാൻ രഹസ്യമായി ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ സമ്പുഷ്ടീകരണം ആയുധമാക്കാൻ ശ്രമിക്കുകയാണെന്ന വാദത്തെ ഇറാൻ നിഷേധിക്കുന്നുണ്ട്. ഈ പദ്ധതിക്ക് പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. US നടത്തിയ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ 1-2 വർഷത്തേക്ക് വൈകിപ്പിക്കാൻ പോന്നതാണ് എന്ന് പെന്റഗൺ പറയുന്നു. എന്നാൽ ഏതാനും മാസങ്ങളുടെ തിരിച്ചടിയേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് US രഹസ്യ ഇന്റലിജൻസ് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ യഥാർത്ഥ ആഘാതം ഇപ്പോഴും വ്യക്തമല്ല. നിലവിലെ സാഹചര്യത്തിൽ പുതിയ ചർച്ചകൾക്കുള്ള വാതിൽ ഇറാൻ കൊട്ടിയടച്ചിരിക്കുകയാണ്. ആണവ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഖമേനിയുടെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആഴം കൂട്ടുകയാണ്.